ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതരാണി ടാരോ ഹീലിംഗ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ക്യൂൻ ഓഫ് വാൺസ്, ദ ഫൂൾ, 3 ഓഫ് വാൺസ്, പിന്നെ ദ ലവേഴ്സ്, ഏസ് ഓഫ് വാൺസ് ആൻഡ് 3 ഓഫ് സോൾസ്. ഇത്രയും കാർഡ്സാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ വളരെയധികം പക്വത ആർജിച്ച് വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു പവർഫുൾ പേഴ്സണാലിറ്റി ആയി മാറിയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളെ അങ്ങനെയാക്കി മാറ്റി എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ എല്ലാം കടന്നു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാഷനിലോട്ട് ഉറ്റുനോക്കി അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അതിലെത്തിച്ചേരാനുള്ള എബിലിറ്റി ഉണ്ടെന്നാണ് കാണുന്നത്. അത് നിങ്ങളെ വളരെ വലിയ ഒരു സക്സസിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇവിടെ ദൃഷ്ടിദോഷം, ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള റെമഡി ഒക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് പിന്നെ പുതിയ തുടക്കമൊക്കെ സമയമായി എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ സ്വയം മറന്ന് നിങ്ങളുടെ പാഷനിലേക്ക് തന്നെ കണക്റ്റ് ആകും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ തരുന്നത്. ഇവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ഡിവൈൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾ വളരെ യൂത്ത്ഫുൾ എനർജിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിട്ട് എത്തിച്ചേരാൻ കഴിയും എന്നാണ് കാണുന്നത്. ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ആ പാഷനിലോട്ട് കണക്റ്റ് ആകാനായിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ എല്ലാം ബ്രേക്ക് ചെയ്ത് അതിലോട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്തിച്ചേരാനുള്ള ഹൈ എനർജി വൈബാണ് ഇപ്പോൾ നിങ്ങളിൽ ഉള്ളതെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ പാർട്ട്ണറിനെ കാണാനുള്ള സമയമായിട്ടുണ്ട്, ഒരു മീറ്റിങ്ങിന് സമയമായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ദൈവമായിട്ട് നിയോഗിക്കുന്ന ഒരാളാണ് ഇതെന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സപ്പോർട്ടിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് കണക്റ്റ് ആവുന്നതിൻ്റെ എനർജിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തുടക്കം, കരിയറിലെ പുതിയ സാധ്യത വരുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട്. പുതിയ ജോബ് ഓഫർ വരുന്നുണ്ട്. കാശ് നിങ്ങളിലോട്ട് വരാനുള്ള ഒരു മാർഗമായിട്ട് അത് കണക്കാക്കാൻ പറ്റും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്, പലരാലും നിങ്ങൾ അവഗണന ലഭിച്ചതിലൂടെ നിങ്ങളൊരു പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണെന്ന് കളഞ്ഞിട്ട് ലെറ്റ് ഗോ ചെയ്ത് വിടുക കേട്ടോ. നമ്മൾ വേണ്ടാത്തരം നമുക്ക് വേണ്ടെന്നുള്ളൊരു ഇതിലങ്ങ് നിങ്ങൾ കളയുക. പിന്നെ ഇവിടെ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനുള്ള കാര്യം മാത്രം ചിന്തിക്കുക.